Welcome to Leave for Traveling. വെൽക്കം ടു ലീവ് ഫോർ ട്രാവലിംഗ്. സോ നമ്മുടെ ഇൻ്റർനാഷണൽ ട്രിപ്പിൻ്റെ സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിന് ബോർഡ് ചെയ്തു. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന എങ്ങോട്ടാണ്? വെയിറ്റ് ആൻഡ് സീ. ഖത്തർ എയർവേസിൽ എൻ്റെ ഫസ്റ്റ് ടൈം ഫ്ലൈ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഫ്ലൈറ്റിലായതുകൊണ്ട് ഇൻട്രോ ഒക്കെ ഒന്ന് കുറച്ച് പതുക്കെ പറഞ്ഞതാണ്, കയറി വിളിക്കേണ്ടല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ ദോഹ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. വളരെ ബ്യൂട്ടിഫുൾ എയർപോർട്ടാണ്. ഇവിടുന്ന് അടുത്ത ട്രാൻസിറ്റ് ഫ്ലൈറ്റാണ്. അങ്ങനെ അടുത്ത ഫ്ലൈറ്റിലേക്ക് കയറി അടുത്ത നമ്മുടെ ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഞാനിങ്ങനെ വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ്. ഒരു രക്ഷയുമില്ല. അങ്ങനെ 2 hours ലേ ഓവർ കഴിഞ്ഞ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഞാൻ എവിടെയാണ് ലാൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. വെൽക്കം ടു ഈജിപ്റ്റ്. അങ്ങനെ മമ്മീസിൻ്റെയും പിരമിഡ്സിൻ്റെയൊക്കെ ലാൻഡിലോട്ടാണ് ഞാൻ ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, നെയിം കാർഡൊക്കെ പിടിച്ചിട്ട്. സോ ഞങ്ങൾ ലാൻഡ് പാക്കേജ് മാത്രമാണ് എടുത്തത്, കാരണം ഇവിടെ ഗൈഡ് മസ്റ്റാണ്. സോ ലാംഗ്വേജിൻ്റെ ഒക്കെ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ സാധാരണ ഞങ്ങൾ പാക്കേജൊന്നും എടുക്കാറില്ല. അങ്ങനെ എയർപോർട്ടിൽ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. അതെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ സംഭവമൊക്കെ ഇങ്ങനെ. ഇവിടെ നിന്നിട്ട് നല്ലൊരു എയർപോർട്ടാട്ടോ. അങ്ങനെ ഞങ്ങൾ സിം കാർഡ് എടുക്കുകയാണ് ഫസ്റ്റ് ഡ്യൂട്ടി. ഓറഞ്ച് എന്ന ലീവ് ഫോർ ട്രാവലിങ്ങിലെ ഈജിപ്തിൻ്റെ എപ്പിസോഡ് ഞാനൊരു 3 സീരീസ് ആയിട്ടാണ് ഇടാൻ പോകുന്നത്. ഒന്ന് വന്നിട്ട് കെയ്റോ, ലക്ഷർ, ഷറം എൽ ഷേഖ്. സോ നമ്മൾ ആദ്യം കെയ്റോ വന്നു, പക്ഷെ ഞങ്ങൾ അന്ന് എക്സ്പ്ലോർ ഒന്നും ചെയ്തില്ല. ജസ്റ്റ് ഇന്നലെ വന്നു, അതിൻ്റെ ഇതെല്ലാം ഞങ്ങൾ കണ്ടു. ഇനിയിപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന ഷറം എൽ ഷേഖ് ആണ്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളായിരിക്കും ആ ഒരു എപ്പിസോഡ് സീരീസിൽ. പിന്നെ രണ്ടാമത് നമ്മൾ ലക്ഷറിൽ പോവും. അവിടുന്ന് ട്രെയിൻ ജേണിയാണ്, അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഒരു തേർഡ് ആയിട്ടാണ് ലാസ്റ്റ് നമ്മൾ കെയ്റോ, പിരമിഡ് അങ്ങനെയുള്ള ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ ഒരു കാണുമ്പോൾ നമ്മൾ 3 സീരീസ് ആയിട്ടായിരിക്കും. അപ്പോൾ 3ഉം നിങ്ങൾ കാണുക. അപ്പം നിങ്ങൾക്ക് ഒരു ഈജിപ്തിൽ വന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു ഐഡിയ ഉണ്ടാവും. It's a sand only, full sand. Then അങ്ങനെ കെയ്റോയിൽ നിന്ന് നമ്മൾ ഷറം എൽ ഷേഖിലേക്കുള്ള ബസ് ജേണിയാണ്. ഒരു 6 to 8 hours ജേണിയാണ്. ഇവിടെ ഭയങ്കര ചെക്കിംഗ് ആണ് ഇവരുടെ ബോർഡർ ഇത് ചെയ്യാനായിട്ട്. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. പിന്നെ ഇവർ ലഗേജ് എല്ലാം എക്സ്റേ സ്കാനിങ് എല്ലാം ഇട്ടിട്ട് ഒരു പട്ടീനെ കഴിച്ച് വിട്ടൊക്കെ ചെക്ക് ചെയ്യിപ്പിക്കും. സിനിമയിലൊക്കെ ഞാനിത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ ചെക്കിങ്ങിന് കുറേ ടൈം എടുക്കും. അത് അങ്ങനെ കുറച്ച് സമയം പോവും. അത് കുറച്ചൊരു മെനക്കെട്ട പരിപാടി തന്നെയാണ്, എല്ലാ ലഗേജും എടുത്ത് വെക്കുക എന്നുള്ളത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇവർ ലഞ്ചിന് ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തി. ലഞ്ചൊക്കെ പോയി വാഷ്റൂം എല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മളൊരു 4:35 o'clock ഒക്കെ ആയപ്പോൾ ഷറം എൽ ഷേഖിലെത്തി. ഇനി നേരെ ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യണം. അങ്ങനെ നമ്മുടെ റിസോർട്ടിലേക്ക് ചെക്ക് ഇൻ ചെയ്തു. ഇവിടുത്തെ ഒരു നൈറ്റ് വൈബൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ റെസ്റ്റ് എടുക്കലാണല്ലോ പരിപാടി. നല്ലൊരു മ്യൂസിക് വൈബൊക്കെയാണ് നൈറ്റ് ഇവിടെ. അങ്ങനെ ഒരു നീണ്ട ബസ് ജേണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്നലെ ഷറം എൽ ഷേഖിലെത്തി. ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്തു. അവിടെ ഒരു ബീച്ച് റിസോർട്ടാണ്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ഇടുന്നുണ്ട്. ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഷറം ഷേഖ് സിറ്റി ടൂർ അങ്ങനെ എക്സ്പ്ലോർ ഇറങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റ് ഞങ്ങളിവിടെ വന്നത് പീ സ്ക്വയർ. ശരിക്കും പീസ് തന്നെയാണ് ഇവിടെ വരുമ്പോൾ. നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ അതിൻ്റെ വീഡിയോസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സിറ്റി ടൂർ. ഇനി ഷറം എൽ ഷേഖിലാണ് ഞങ്ങൾ 2-3 days. അപ്പോൾ ഈ 2 days എന്തൊക്കെയാണ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്, ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് കാണാം. സോ കം സ്റ്റാർട്ട് ദ വീഡിയോ.
ഈജിപ്തിൽ വരുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പിരമിഡ്സ് ആണ്. നമ്മൾ വിചാരിക്കും അവിടെ എന്താ പിരമിഡ്സ് ആണുള്ളത്. പിരമിഡ്സ് മാത്രമൊന്നും അല്ല കേട്ടോ. ഈജിപ്റ്റ് ശരിക്കും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ശരിക്കും ഉണ്ട് കാണാനായിട്ട്. ഞങ്ങളൊരു ആക്ച്വലി 12 days ട്രിപ്പ് എടുത്തിട്ട് പോലും ഞങ്ങൾക്ക് ഡേയ്സ് തീരും തോന്നുന്നില്ല. അപ്പോൾ ഞങ്ങൾ പക്ഷെ ഓരോ സൈഡായിട്ട് എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഈജിപ്തിൽ കെയ്റോയിലാണ് പിരമിഡ്സ് ഒക്കെ, അത് നമ്മൾ ആ സീരീസിൽ കാണിക്കുന്നതാണ്. പക്ഷേ ഷർം എൽ ഷെയ്ഖിൽ എന്തായാലും വരേണ്ട ഒരു പ്ലേസാണ്. ശരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്നുള്ളത്. പക്ഷേ ഇവിടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, അത് സർപ്രൈസ് ആട്ടോ. ഈ വീഡിയോയിൽ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുമ്പോൾ എന്താണ് ആ സർപ്രൈസ്, എന്താണ് എൻ്റെ ഡ്രീം ഇവിടെ വരാനുണ്ടായേ എന്നുള്ള ഷർം എൽ ഷെയ്ഖിൽ വരാനുള്ള പ്രത്യേക അട്രാക്ഷൻ ഇതിലോട്ട് വരും. അപ്പോൾ ഈ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് ഇരുന്ന കാര്യം എന്നുള്ളത്. രാവിലെ ആണെങ്കിലും അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ വെള്ളമോ ജ്യൂസോ വല്ലതും കിട്ടുമോ എന്നറിയാൻ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കണ്ടുപിടിച്ച് കയറി. അപ്പോൾ ഇവിടെ വെള്ളം മാത്രം എടുത്ത് ഞാൻ ഇറങ്ങൂലല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഒരു നമ്മ ബേ എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് സെൻറ്ററിലേക്കാണ് ഞങ്ങൾ വന്നത്. ഇവിടെയാണ് രണ്ടാമത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഷോപ്പിങ്ങിനുള്ളതെന്നൊന്ന് ജസ്റ്റ് നോക്കുകയാണ്. ചുമ്മാ കിടക്കുന്ന പൂച്ചയെ പോലും വെറുതെ വിടൂല. അങ്ങനെ ഞങ്ങൾ ഇവിടെ നോക്കിയപ്പം ഓൾമോസ്റ്റ് കുറേ ഷോപ്പുകൾ ക്ലോസ്ഡ് ആണ് ഈ ഫുഡിൻ്റെയൊക്കെ. ഇവിടെ കുറച്ചും കൂടി ബെറ്റർ എൻ്റെ സജഷൻ നിങ്ങൾ നൈറ്റ് വരുന്നതായിരിക്കും. നൈറ്റ് നല്ല വൈബായിരിക്കും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ. ഫുഡും പബ്ബ് പോലെയൊക്കെ നല്ലൊരു ആംബിയൻസ് ആയിരിക്കും. പിന്നെ ഇവിടെ അത്യാവശ്യം കുറച്ച് ഷോപ്പൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പോൾ കുറച്ച് എന്തെങ്കിലും സോവറിങ്സ് എന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്തെങ്കിലും നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഗിഫ്റ്റായിട്ടൊക്കെ മേടിക്കാനായിട്ടൊക്കെ നോക്കുവാണ്. അടുത്ത് നമ്മൾ ഇവിടെ മുസ്തഫ മോസ്ക്, ഇതൊരു ഫേമസ് മോസ്കാണ് ഇവിടെ, അവിടെ വിസിറ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു ബ്യൂട്ടിഫുൾ ചർച്ചാണ്, മസ്റ്റ് വിസിറ്റ് ആണ്. ഇത് ഹെവൻലി ചർച്ച് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഈവനിങ് ആയപ്പോൾ അഡ്വഞ്ചർ ആയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ക്വാഡ് ബൈക്കിംഗ് ചെയ്യാൻ പോവാണ്, അതും ഡെസേർട്ടിൽ കൂടെ. ഞങ്ങൾ ക്വാഡ് ബൈക്കിങ്ങിൽ ഡെസേർട്ടിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പം ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞ ഒരു അറേബ്യൻ നൈറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മുടെ ഡിന്നറും ഇന്ന് ഇവിടെ തന്നെയാണ്.
ഇത്രയും ഹെവി ഡിന്നറൊക്കെ കഴിച്ചിട്ട് തിരിച്ച് എങ്ങനെ കോഡ് ബൈക്കിങ്ങിൽ തിരിച്ചവിടെ എത്തും എന്നാണ് എൻ്റെ ചിന്ത. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന പ്രോപ്പർട്ടി, ഡ്രീംസ് ബീച്ച് റിസോർട്ട്. അപ്പം നമുക്കൊരു പ്രോപ്പർട്ടി ടൂറിലേക്ക് പോകാം. ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അന്ന് വന്നപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല നിങ്ങളെ. അങ്ങനെയും നടന്നു വന്നപ്പോൾ ഒരു സീ വ്യൂ കണ്ടു. ഒരു മാജിക്കൽ വ്യൂ എന്ന് വേണം പറയാനായിട്ട്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ സീയുടെ സൈഡാണ്. പിന്നെ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഒരു രക്ഷയില്ല. ഞാനിതുവരെ ഇറങ്ങിയിട്ടില്ല. ഇനി പതുക്കെ സമയവും സന്ദർഭമൊക്കെ നോക്കിയിട്ട് വിശാലമായിട്ട് വേണം ഇറങ്ങാനായിട്ട്. ഇവിടെ എല്ലാവരും പൂളിൽ തന്നെ ഉണ്ട് മാക്സിമം ഡേ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും. ഇവിടുത്തെ ഇപ്പോൾ ഒരു സമ്മർ ടൈമാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു കാര്യം ഞാൻ കണ്ടത്. ഇവിടെ ലൈവായിട്ട് കോട്ടൺ ക്യാൻഡി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനും അവരുടെ ഇടയിൽ ചെന്ന് ക്യൂ നിൽക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇവിടെ കോക്ടെയിൽസ് എല്ലാം സെർവ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മിക്സ് ചെയ്ത് തരും. ഐസ്ക്രീം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ ഇപ്പോൾ DJ ടൈമാണ്. ഇടയ്ക്കിടയ്ക്ക് അവർ DJ ഇടും പൂളിൽ. അപ്പോൾ അതൊരു നല്ലൊരു എൻജോയ്മെൻറ്റും വൈബും ആണ്. എല്ലാവരും ഈ ടൈമിൽ ഇവിടെ എൻജോയ് ചെയ്യാനുണ്ടാവും. ഞങ്ങൾ താമസിക്കുന്ന ഈ റിസോർട്ടിൻ്റെ പ്രോപ്പർട്ടി തന്നെ ഭയങ്കര ഹ്യൂജാണ്. ഇത് എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ വേണം 1 ഡേ കംപ്ലീറ്റ്. ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പ് കിട്ടിയപ്പോൾ കറങ്ങാൻ ഇറങ്ങിയതാണ്. ഇവിടെ തന്നെ ഇവരുടെ പ്രൈവറ്റ് ബീച്ചിലോട്ടാണ് ഈ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ട് അവർ കുറേ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഇന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളുമൊക്കെ ആ കോമ്പൗണ്ട് തന്നെയാണ്. കുറച്ച് താഴെയായിട്ടാണ് ഇതൊക്കെ ഉള്ളത്. പക്ഷെ അതൊരു വലിയ സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിത് വണ്ടർലയിലൊക്കെ വന്നു എന്നൊരു സംശയം. ഇവിടെ കുറേ വാട്ടർ റൈഡ്സ് ഒക്കെ കാണാം. ശരിക്കും പറഞ്ഞാൽ ഈജിപ്തിൽ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടൊരു പ്ലേസ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ റിസോർട്ട് എടുത്തില്ലെങ്കിൽ അതൊരു വർത്ത് ആവില്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിസോർട്ട് സ്റ്റേ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ വാട്ടർ സ്ലൈഡും പാർക്കൊക്കെ കണ്ടപ്പോൾ എൻ്റെ കെട്ടിയവനെ മിസ്സായിട്ടുണ്ട്. ഞാൻ പോയൊന്ന് തപ്പി നോക്കട്ടെ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. കുട്ടികളുടെ സ്വഭാവമാണ്, ചില കൊച്ചു കുട്ടികളുടെ സ്വഭാവം. അതെവിടെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ തന്നെയുണ്ട്. ഇതാ കറങ്ങുവാണ്. എന്തിൽ കയറണം, ഏതിൽ കയറണം. എന്താ ഇനി ഇതിനകത്തുനിന്ന് ഇറങ്ങണമെങ്കിൽ ഇന്ന് മുഴുവൻ ഇവിടെ തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. നോക്കട്ടെ. പോകുന്നുണ്ടോ? ഇനി തപ്പുവാണ് ഇതെങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളത്. സൂപ്പർ. ഇപ്പം ഇവിടെ നിന്ന് എൻ്റെ ഹസ്ബൻഡിനെ കാണാതായിരിക്കുകയാണ്. എവിടെ സുമീന്നൊക്കെ എവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. എവിടെ കയറിപ്പോയി എന്നുള്ളത് ഒരു പിടിയുമില്ല. ദേ അതിൻ്റെ മുകളിലുണ്ട്. എനിക്ക് തോന്നി അവിടെ എത്തിക്കാണും എന്നുള്ളത്. വലിയ കാര്യത്തിൽ
ഭയങ്കര ധൈര്യമൊക്കെ പിടിച്ച് വരുവാണ്. എങ്ങനെ വന്നിറങ്ങും എന്നുള്ളത് കണ്ടറിയാം. മിക്കവാറും മൂക്കും കുത്തിയടിച്ച് വെള്ളത്തിൽ വീഴാനേ ചാൻസ് ഉള്ളൂ. ഞാൻ ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞു വിട്ടതാണ്. നല്ല സ്റ്റീപ്പാണ്, വിചാരിക്കുന്ന പോലെ അല്ലായിരിക്കും. വരവ് അവിടെ അവരെല്ലാം സെറ്റ് ചെയ്ത് മാറ്റിലാണ് വരുന്നത്. എല്ലാം ഇൻസ്ട്രക്ഷനൊക്കെ എടുത്ത് വരുന്ന കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് വരുന്നത് അപ്പം കാണാം കേട്ടോ. ഇപ്പം വെയിറ്റ് ചെയ്തോ, ഈ സംഭവം കാണാൻ വേണ്ടി മാത്രം ഞാൻ നിൽക്കുക. പോയി എക്സ്പീരിയൻസ്. പിന്നെ ഇവിടെ ഒരു കോഫി ഷോപ്പ്, അതിൻ്റെ സൈഡിൽ കുറേ ഹട്ടൊക്കെ വെച്ചിട്ട് വാവ്, ഫീൽ ലൈക്ക് എ ഹെവൻ. ശരിക്കും ഞാൻ ഹെവനിലാണോ എന്നൊരു ഫീലാണ്. ഇത്രയും ബ്യൂട്ടിഫുൾ സീ. എൻ്റെ ലൈഫിൽ കണ്ടതിലും വെച്ചൊരു ബെസ്റ്റ് ബീച്ച് വ്യൂ ആണിത്. എനിക്കറിയില്ല, അതൊരു പ്രത്യേക ഫീലാണ്. ഞാൻ ആക്ച്വലി ഒരു ബീച്ച് ലവർ ആയതുകൊണ്ടായിരിക്കാം എനിക്കത് അത്ര ഫീൽ ചെയ്യുന്നത്. ബീച്ചിലും ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുണ്ട് ഫോറിനേഴ്സൊക്കെ. ഞാനൊക്കെ പോയാൽ പിന്നെ വെള്ളത്തിൽ എപ്പോൾ മുങ്ങിയെന്ന് ചോദിച്ചാൽ മതി. ഇത്ര ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. നമുക്ക് അതിനകത്ത് ഫിഷിനെ കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. സോ ഇവിടെ ഫിഷും ഉണ്ട്. അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നമുക്ക് നല്ല കളർഫുൾ ഫിഷിനെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. വൗ. പിന്നെ ഇവിടെ കുറച്ച് പേര് സ്കൂബ ഡൈവിങ്ങിന് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ റെൻറ്റിന് എല്ലാ കാര്യങ്ങളെല്ലാം കിട്ടും. ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ഈ ബീച്ചിൽ സ്കൂബ ഡൈവിങ് ചെയ്യാം. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചെയ്യാൻ പറഞ്ഞപ്പോൾ വലിയ ധൈര്യമില്ല, പക്ഷേ എനിക്ക് ചെയ്യണമെന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്. എന്നാലും ഇപ്പോൾ വേണ്ട, കുറച്ചുകൂടെയൊക്കെ കഴിയട്ടെ, സമയമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അവർ സ്കൂബ ഡൈവിങ്ങിന് പ്രിപ്പയറായി. ഇപ്പോൾ എടുത്ത് ചാടും. ഞാനതൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടു പഠിച്ചാൽ നാളെ എപ്പോഴെങ്കിലും എനിക്കും ചാടാമല്ലോ എന്നുള്ള പ്രതീക്ഷയാണ്. ധൈര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നതാണ്. ചാടി. അപ്പോൾ ഞാൻ സ്കൂബ ഡൈവിങ് അവരിപ്പോൾ താഴോട്ട് പോകും. അപ്പോൾ ഇവിടെ സ്നോർക്ലിങ്ങും ഉണ്ട്. അപ്പം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ശരി സ്കൂബ ഡൈവിങ്ങിന് ധൈര്യം ഇല്ലെങ്കിൽ സ്നോർക്ലിംഗ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഇതുവരെ ലൈഫിൽ ചെയ്തിട്ടില്ല. ഹസ്ബൻഡ് എക്സൈറ്റ്മെന്റിൽ പോയിരിക്കുകയാണ്. എന്നാൽ കുറച്ച് പേടിയൊക്കെ ഉണ്ട്. ഫസ്റ്റ് ടൈമാണ് സ്നോർക്ലിംഗ് ട്രൈ ചെയ്യുന്നത്. ഞാൻ സ്കൂബയ്ക്ക് പോകാൻ പറഞ്ഞിട്ട് പേടിയായിട്ട് പോയിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ട്രൈ ചെയ്യട്ടെ. സ്വിമ്മിങ് അറിഞ്ഞൂടാത്തതുകൊണ്ട് പാവം ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടാണ് സ്നോർക്ലിങ്ങിന് പോകുന്നത്. എന്ത് കാണാൻ പോകുന്നു എന്നൊന്നും എനിക്കറിയില്ല. ഇനി ഇതിട്ടിട്ട് എവിടെ പോയി ഫിഷിനെ കാണുമെന്നൊന്നും അറിയില്ല. എന്തായാലും നടന്നതാ പോകുന്നുണ്ട്. ഇനി തിരിച്ച് വരും വരെ ഞാനിവിടെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഏകദേശം കഴിഞ്ഞു എന്ന് തോന്നുന്നു. കുറേ നേരം, ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞു. സംഭവം എന്താ, അറ്റത്ത് പിടിച്ച് നിന്നൂന്ന്. മീന് വന്ന് കാലി കൊത്തി പേടിച്ചിട്ട് ഇറങ്ങിയില്ല. അത് എന്ത് സ്നോർക്ലിങ്ങിന് പോയതാ. ഇന്ന് ഞങ്ങൾ ഷർം എൽ ഷെയ്ഖിൽ ബ്യൂട്ടിഫുൾ ഈവനിങ് ഇൻ ബ്യൂട്ടിഫുൾ മോസ്കാണ്. ഈജിപ്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ മോസ്കാണ്. പിന്നെ എനിക്ക് ഈജിപ്തിൽ ഈ ഷർം എൽ ഷെയ്ഖ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വിസിറ്റ് ചെയ്യാനുള്ള അട്രാക്ഷൻസിൽ ഒരു അട്രാക്ഷൻ ഈ ബാക്കിൽ കാണുന്നതാണ്. രണ്ടാമത്തെ അട്രാക്ഷനിലേക്ക് ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് അട്രാക്ഷനും നിങ്ങൾ കാണുക വീഡിയോയിൽ. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്യൂട്ടിഫുൾ മോസ്ക്. ഞാൻ ഏറ്റവും എന്താ പറയുക, ഒരു ഡ്രീം ഇൻസ്റ്റാഗ്രാം ഇതായിരുന്ന ഒരു പ്ലേസാണ്. ഞാനപ്പോൾ അതിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാം. ശരിക്കും പറഞ്ഞാൽ വേൾഡിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോസ്കൊക്കെ ഉണ്ടോ എന്നുള്ളത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ ഈ ബ്യൂട്ടിഫുൾ മോസ്കിലേക്കുള്ള ഒരു വീഡിയോസിൽ കൊണ്ടുപോകാം. നന്നായിട്ട് കണ്ടു കേട്ടോ. നല്ല അടിപൊളി മോസ്കാണ്. ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ എത്ര എടുത്തു തീർക്കും, ഗാലറി ഫുള്ളാവും എന്നുള്ളത് അറിയില്ല. പക്ഷേ ഇവിടെ കുറേ ഫോട്ടോസ് എടുക്കും, ഞാൻ വീഡിയോസ് എടുക്കും. സോ എനിക്ക് ഭയങ്കര ഒരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ മോസ്ക്, ബ്യൂട്ടിഫുൾ മോസ്ക്, സഹാബ മോസ്ക് ടൂറിലേക്ക്
മോസ്ക് വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ചുറ്റും ഷോപ്സൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഇവിടുത്തെ ഓൾഡ് മാർക്കറ്റാണ്. ബാർഗെയിൻ ചെയ്തൊക്കെ സാധനങ്ങൾ മേടിക്കാം. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ എന്താ പറയുക, നമ്മുടെ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന ഹോം ഡെക്കേഴ്സൊക്കെ ആയിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈജിപ്തിൻ്റെ. സോ ഞങ്ങൾ വിചാരിച്ചു ഈ ഷോപ്പൊക്കെ ഒന്ന് കറങ്ങാം. ഈ മോസ്കിന് ചുറ്റുമാണ് ഈ ഓൾഡ് ടൗൺ. അപ്പോൾ സോ വിസിറ്റ് ചെയ്യുമ്പോൾ മോസ്കും ഓൾഡ് ടൗണും ഞങ്ങൾ ഒരുമിച്ച് വിസിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ മോസ്കിൻ്റെ സൈഡിലുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ട് ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ കണ്ടപ്പോൾ കയറിയതാണ്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് നെഗോസിയേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈജിപ്ഷ്യൻ പൗണ്ടിലൊക്കെ ഉള്ള തകർപ്പൻ നെഗോസിയേഷൻ നടക്കുവാണ്. എന്താവുമെന്നൊന്നും അറിയില്ല, എന്താണ് എടുക്കാൻ ഉദ്ദേശമൊന്നും അറിയില്ല. അവർ ഇന്ത്യക്കാരാന്നറിഞ്ഞപ്പോൾ ഡയലോഗ്സാ. ഐ ലവ് ഷാരൂഖ് ഖാൻ. ഇവർക്ക് ഷാരൂഖ് ഖാനെ മാത്രമേ അറിയാവുള്ളൂ എന്ന് തോന്നുന്നു ഇന്ത്യയിൽ. അങ്ങനെ കുറേ നല്ല ഐറ്റംസ് ഉണ്ട്. അങ്ങനെ നെഗോസിയേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തൂത്തേക്കാമൻ, മമ്മി അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളും ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് മേടിച്ചു. പിന്നെ ഈ മോസ്കിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഷോപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതാണ് അടുത്ത ഒരു അട്രാക്ഷൻ എന്നെ ഷർമൽ ഷേക്കിലേക്ക് എത്തിച്ചത്. അതെ, ഫർഷ കഫേ. ഞങ്ങൾ അങ്ങനെ ടോക്കണൊക്കെ എടുത്തിട്ട് എൻട്രിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇതൊരു ഫേമസ് കഫേയാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇത് റീൽസ് എല്ലാം കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാം ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. അത്ര ഫേമസ് ആണ്. പക്ഷെ ഭയങ്കര ക്രൗഡാണ്. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്താലേ എൻട്രി കിട്ടും. ഇതാണ് ഇതിൻ്റെ ഒരു ഈവനിങ് വ്യൂ. ഇത് ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ വ്യൂ ആകെ മാറിക്കഴിഞ്ഞു. അങ്ങനെ ഇതാണ് എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആ കറക്റ്റ് ടൈമിലകത്ത് കയറാൻ പറ്റിയില്ല. ലൈറ്റ് ഓൺ ആവുന്ന ടൈമിൽ ഞങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ലൈറ്റിങ്സ് ആണ് ഈ കഫേയുടെ പ്രത്യേകത. ഇതൊരു മൗണ്ടൻ സൈഡാണ്. അപ്പോൾ അവർ മേലെ നിന്ന് താഴേക്കുള്ള ഒരു വ്യൂവും അതിൻ്റെ ആംബിയൻസും ഒരു രക്ഷയില്ല. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട പോലെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് തകർക്കാം ഇവിടെ. അങ്ങനെ ഫർഷ കഫേയിൽ നിന്ന് ഇറങ്ങി ഒരു കേക്ക് ഷോപ്പൊക്കെ ഞാൻ തപ്പിപ്പിടിച്ചു. കാരണം ഒരു മിഡ് നൈറ്റ് സെലിബ്രേഷന് വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു മിഡ് നൈറ്റ് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഒരു കേക്ക് ഷോപ്പിൽ കയറി കേക്കൊക്കെ മേടിച്ച് അങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഈജിപ്തിൽ ഞങ്ങൾ അടുത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ലക്സറാണ്. അതൊരു ട്രെയിൻ ജേണിയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ അടുത്ത സീരീസിനായിട്ട് വെയിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ. സൈനിങ് ഓഫ് ഫ്രം ലീവ് ഫോർ ട്രാവലിംഗ്.